السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും ചര്യയും കഴിവിൻ്റെ പരമാവധി എല്ലാ മേഖലകളിലും ശ്രദ്ധിക്കുകയും പിൻവറ്റുകയും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസികളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ വ്യത്യസ്തമായ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുകയും അനുഭവിക്കുകയും അതിലൂടെ ജീവിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വലിയ ബാധ്യതയും വലിയ രീതിയിൽ നാം നിർവഹിക്കേണ്ട ഉത്തരവാദിത്വവുമുണ്ട്. പല ആളുകളും ഇത്തരത്തിൽ തിന്മയിലും അധാർമികതയിലും അശ്ലീലതകളിലും നിർജ്ജലതകളിലുമൊക്കെ ജീവിക്കുന്ന എത്രയോ ആളുകൾ. അങ്ങനെയുള്ള ആളുകളെ സംസ്കരിക്കുകയും ശുദ്ധീകരിക്കുകയും നന്മയുടെ നേർവഴിയിലേക്ക് സൽഭാന്താവിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്തുക എന്ന ഒരു ഉത്തരവാദിത്വം എല്ലാ മനുഷ്യരുടെയും മേൽ ബാധ്യതയാണ്. അതുകൊണ്ട് നാം പഠിച്ചതും മനസ്സിലാക്കിയതും ഉൾക്കൊണ്ടതുമായ ആ സംഗതികൾ മറ്റുള്ളവർക്ക് പകർന്നേകി കൊടുക്കുവാനും പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ഉത്തരവാദിത്വമുള്ള ആളുകൾ എന്ന നിലയിൽ തന്നെ നമ്മുടെ മനസ്സിനെ സ്വയം ഒരു വിചാരണ നടത്തിയിട്ട് ശുദ്ധീകരിച്ചുകൊണ്ട് നാം ശുദ്ധീകരിക്കപ്പെടുന്നതോടൊപ്പം മറ്റുള്ള ആളുകളെ കൂടി സംസ്കരിക്കപ്പെടുകേണ്ടതുണ്ട്. അതിന് നന്മയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മയുടെ മാർഗങ്ങളെ, നന്മയുടെ വെള്ളി വെളിച്ചങ്ങളെ ശേഖരിക്കാനുള്ള ഒരു മനസ്സായിരിക്കണം മനുഷ്യർക്കുണ്ടാവേണ്ടത്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളൊക്കെ അറിഞ്ഞവരും മനസ്സിലാക്കിയവരുമാണ് നാം. പലതരത്തിലുള്ള തിന്മകൾ ആ സമൂഹത്തിലുണ്ടായിരുന്നു. മദ്യവും മദിരാശിയും എല്ലാ തരത്തിലും ജീവിതത്തിൻ്റെ മേഖലയായി സ്ത്രീ അടിച്ചമർത്തപ്പെട്ടവളായിട്ടും അതോടൊപ്പം ലൈംഗികമായ അരാജകത്വമൊക്കെ നടന്നിരുന്ന ഒരു കാലഘട്ടം. അവർ ശുദ്ധീകരിച്ച് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ച് നമുക്കറിയാം. രാത്രി കാലങ്ങൾ സുദീർഘമായി അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നവരും പകൽ അശ്വാരൂഢന്മാരെ പോലെ യുദ്ധക്കളത്തിൽ പോരടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നവരുമായ ആ സ്വഹാബിവര്യന്മാർ എങ്ങനെയാണ് അവർ ശുദ്ധീകരിക്കപ്പെട്ടത്? അന്ധവിശ്വാസികളായി ജീവിച്ചിരുന്ന ആ സമൂഹം സത്യവിശ്വാസത്തിൻ്റെ നേർവഴിയിലേക്ക്, നേരിൻ്റെ നേർമാർഗത്തിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അതോടൊപ്പം ആ മനുഷ്യര് പ്രാകൃതരായ ചിന്താഗതിക്കാരായിരുന്നു. അവർ പരിഷ്കൃതമായ ഒരു ചിന്താഗതിയിലേക്ക് കടന്നു വന്നു. കാട്ടാളന്മാരുടെ മനസ്സിനേക്കാൾ അധപ്പതിച്ച കാട്ടാള ചിന്താഗതിയുള്ളവർ അവരുടെ മനസ്സിലേക്ക് നന്മയുടെ നേർവഴികൾ കടന്നു വന്നപ്പോൾ അവർ നാഗരിക ചിന്താഗതിയിലേക്ക് കടന്നു വരികയാണ്. അതോടൊപ്പം പ്രാകൃതമായ ചിന്താഗതികളിലൂടെ ജീവിച്ചിരുന്നവർ
പരമദയാലുക്കളായി മാറി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബിമാരൊക്കെ ചരിത്രം നമുക്കറിയാം. അവരുടെയൊക്കെ ജീവിതം പിന്നീട് മാറ്റങ്ങൾ കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ വിയോഗത്തിന് ശേഷം വളരെ ലളിതമായി ജീവിക്കുവാനും ചുമടുകൾ സ്വന്തം ചുമലുകളിൽ ഏറ്റിക്കൊണ്ട് മറ്റുള്ളവർക്ക് എത്തിക്കാനുമുള്ള മനസ്സ് അവർക്ക് കടന്നു വന്നു. അതുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് ഇനിയുള്ള നാളുകളിൽ നന്മയെ ശേഖരിക്കാനും നന്മയിലേക്ക് കടന്നു പോകാനും നമുക്ക് സാധ്യമാകണമെങ്കിൽ നാം തന്നെ ചില നന്മകളെക്കുറിച്ച് തിരിച്ചറിയുക. അങ്ങനെ നാം സ്വയം ഒരു ശുദ്ധീകരണം നടത്തപ്പെടുക. ആ ശുദ്ധീകരണം വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടും. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളായ ആളുകളോട് പഠിപ്പിച്ച ഹദീസ് നമുക്കറിയാം. മൂന്ന് കാര്യങ്ങളുണ്ടായാൽ അയാൾ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, മൻ കാന അല്ലാഹു റസൂലു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവോടും റസൂലിനോടും മറ്റെന്തിനേക്കാളും എല്ലാറ്റിനേക്കാളും ഇഷ്ടമുണ്ടാവുക എന്നതാണ്. വയുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അതോടൊപ്പം അല്ലാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുക. അയാളുടെ ജീവിതം ഇങ്ങനെ കാണുമ്പോൾ റബ്ബിന്റെ പ്രീതികാംക്ഷ കൊണ്ട് അയാളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സൊരാൾക്ക് കടന്നു വരിക എന്നത്. വേറൊരു സംഗതി പഠിപ്പിച്ചത് കാപട്യത്തിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും അതിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ കുറിച്ചുള്ള പേടി ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് വരിക. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നാം ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ ഖൽബ് ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ വീടുകൾ നന്മയുടെ വിളനിലങ്ങളായി മാറണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളോട് പല നിർദ്ദേശങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി അബീദർ യാ ബാദർ അയ്യുറാ അൽ-ഈമാൻ ഔ സഖ്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറിനോട് ചോദിക്കുകയാണ്, അബൂദർ, ഈമാനിന്റെ പാശങ്ങളിൽ ഏറ്റവും അധികം ഫലമുള്ളത് ഏതിനൊക്കെയാണ് എന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം പറഞ്ഞു, അല്ലാഹു റസൂലു അലം, അല്ലാഹുവിനും പ്രവാചകർക്കുമാണ് അറിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, അൽ മുവാലാത്തു ഫില്ലാഹ്, അല്ലാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ അന്യോന്യം സഹകരിക്കുക. റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ കഴിയുക. മറ്റൊന്ന് അവിടുന്ന് പഠിപ്പിച്ചത് അല്ലാഹുവിന് വേണ്ടി വൽ ഹുബ്ബു ഫില്ലാഹ്, അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾ സ്നേഹിക്കുക. വേറൊന്ന് പഠിച്ചത് വൽ ബുഗ്ദു ഫില്ലാഹ്, അല്ലാഹുവിന്റെ പേരിൽ മറ്റുള്ളവരെ വെറുക്കുക. അതായത് അല്ലാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ സഹകരിക്കുക, അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ സ്നേഹിക്കുക. അല്ലാഹുവിന്റെ കാര്യത്തിൽ ഒരാൾ ദീനിനെ തെറ്റി നടക്കുന്നുവെങ്കിൽ അയാളോട് വെറുക്കുക. ഈ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണമെന്നാണ് അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും ഒക്കെ കയറി ചെന്ന ഓരോ തരത്തിലുള്ള ചിന്താഗതികളിലും ഓരോ തരത്തിൽ ജീവിക്കുന്ന ആളുകൾ കാണാം. മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിൽ കൂഫി, അദ്ദേഹം ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ വളരെ മോശപ്പെട്ട ഒരു മനുഷ്യൻ. അദ്ദേഹം മദ്യപാനിയായിരുന്നു. അദ്ദേഹത്തിന്റെ കള്ളുകുടി സമൂഹത്തിനും നാടിനും നാട്ടുകാർക്കും എല്ലാം പ്രയാസമായിരുന്നു. അതൊന്ന് നിർത്തിക്കിട്ടാൻ ഉമ്മയും ഭാര്യയും മക്കളും ഒക്കെ ആഗ്രഹിച്ചു. പക്ഷേ അദ്ദേഹം ആ ചിന്താഗതിയിൽ തിന്മയിൽ അങ്ങനെ ജീവിച്ചു. എന്നാൽ അദ്ദേഹത്തെ അന്നത്തെ ന്യായാധിപന്മാർ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി അറസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരും സ്വസ്ഥമായ നാട്ടിൽ ഉറങ്ങി. ഒരു രാത്രിയിൽ കുടുംബം ഉറങ്ങി, ഭാര്യയും മക്കളുമൊക്കെ ഉറങ്ങി. കാരണം മദ്യപിച്ച് വീട്ടിലേക്ക് എന്നും കടന്നു വരുന്നൊരു മനുഷ്യൻ, ദുഷ്ടനായ മനുഷ്യൻ, അയാളെ കൊണ്ട് ആ വീട്ടുകാർക്ക് വലിയ പ്രയാസമായിരുന്നു. എല്ലാവരും ഉറങ്ങുന്ന രാത്രിയിൽ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിൽ കൂഫി മാത്രം ഉറങ്ങിയില്ല. അദ്ദേഹം നേരെ അദ്ദേഹത്തിന്റെ നമസ്കാരം തഹജ്ജുദൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഈ വ്യക്തിയെ അന്വേഷിച്ചുകൊണ്ട് ജയിൽ സൂപ്രണ്ടിന്റെ അരികിലേക്ക് ചെല്ലുകയും സ്വന്തം ജാമ്യത്തിൽ ആ മനുഷ്യനെ ഇറക്കിക്കൊണ്ടുവന്നുകൊണ്ട് അദ്ദേഹത്തോട് മനഃശാസ്ത്രപരമായ ഒരു ട്രീറ്റ്മെന്റ് നൽകുകയാണ്. സഹോദര, നീ മദ്യപിക്കുന്നത് കൊണ്ട് നിനക്ക് എന്ത് ഉപകാരമാ ഉള്ളത്? നിന്റെ ഉമ്മക്ക് ഉപകാരമുണ്ടോ? ഉപ്പയ്ക്ക്, കുടുംബത്തിന്, ഭാര്യയ്ക്ക്, മക്കൾക്ക്, നാട്ടുകാർ ആർക്കെങ്കിലും ഉപകാരമുണ്ടോ? ഇല്ല. ഉപേക്ഷിച്ചുകൂടെ? ചിന്തിക്കുകയാണ് ആ മനുഷ്യൻ.
അദ്ദേഹം മാറുകയാണ്, മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് തനിക്ക് വ്യഭിചരിക്കണം, അങ്ങനെ ജീവിച്ചില്ലെങ്കിൽ രാത്രികാലങ്ങളിൽ ഒരു സ്ത്രീയെങ്കിലും എനിക്ക് കിട്ടിയില്ല എങ്കിൽ എനിക്ക് രാത്രി കഴിച്ചുകൂട്ടാൻ കഴിയില്ല എന്ന ആഗ്രഹവുമായി വന്ന മനുഷ്യൻ, ആ മനുഷ്യൻ അരികിലേക്ക് വിളിച്ച് അദ്ദേഹത്തെ തലവെട്ടിക്കളയുകയോ അടിച്ച് പരിക്കേൽപ്പിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്ന ചില വാക്കുകൾ: നിനക്ക് ഉമ്മയുണ്ടോ? അതെ, ഉമ്മയുണ്ട്. ഉമ്മയെ ആരെങ്കിലും തിന്മയ്ക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ ചെല്ലുന്നുവെങ്കിൽ നിനക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമില്ല. നിന്റെ ഭാര്യയുടെ അരികിലേക്ക് ആരെങ്കിലും ഇത്തരത്തിലെ തിന്മയിലേക്ക് അവളെ ക്ഷണിക്കുകയും അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിനക്ക് ഇഷ്ടമാണോ? എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, ഞാൻ അവന്റെ തല ഞാൻ അറുക്കും. ഭാര്യ മകളുടെ അരികിലേക്ക് വരും, അത്രയും എനിക്ക് സഹിക്കാൻ കഴിയില്ല. സഹോദരി, അത്രയും എനിക്ക് ഉൾക്കൊള്ളാനേ കഴിയില്ല, എനിക്കത് ചിന്തിക്കാനേ കഴിയുന്നില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ നീ കടന്നു ചെല്ലുന്ന ഒരു സ്ത്രീ മറ്റൊരുവന്റെ ഉമ്മയാകാം, ഭാര്യയാകാം, മകളാകാം, സഹോദരിയാകാം. മാറിക്കൂടെ? ചിന്തിക്കുകയാണ് ആ മനുഷ്യൻ. മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. നന്മയുടെ നേർവഴിയിലേക്ക് ആ മനുഷ്യൻ കുതിക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേട്ടപ്പോ രാത്രികാലങ്ങളിൽ ലൈംഗിക ചുവയുമായി നടന്നിരുന്ന മനുഷ്യൻ സ്വയം മുഹാസവ നടത്തുകയാ, മാറുക. ഇനി ഒരിക്കലും എനിക്കത് ചിന്തിക്കാൻ കഴിയില്ല. മറ്റൊരിക്കൽ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, വിശുദ്ധ ഖുർആന്റെ വചനം ഇത് അവതീർണമായിരിക്കുന്നു. മദ്യപാനം, മദ്യത്തിന്റെ ചഷയങ്ങൾ അന്നിങ്ങനെ വാരി, അല്ലെങ്കിൽ ആ മദ്യത്തിന്റെ ചഷയങ്ങൾ ആളുകൾക്ക് വേണ്ടി ഒഴിച്ചു കൊടുക്കുന്ന മദ്യത്തിന്റെ കോപ്പയുമായി നടക്കുന്ന വ്യക്തിത്വങ്ങൾ, അവർക്ക് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ മാറുകയാ. ഇനി എത്ര നഷ്ടം സംഭവിച്ചാലും ലാഭങ്ങളല്ല ചിന്തിച്ചത്, നഷ്ടങ്ങളല്ല ചിന്തിച്ചത്, പരലോകത്തെ ലാഭത്തെക്കുറിച്ചുള്ള ചിന്ത ആ മനസ്സുകളെ മാറ്റുകയാ. മദ്യപാനവുമായി കഴിച്ചുകൂട്ടിയിരുന്ന മനസ്സുകളെ പരലോകത്ത് ഇതിനേക്കാൾ എത്രയെത്ര മാധുര്യമുള്ള പാനീയമാണ് റബ്ബ് നൽകുന്നത്. ദുനിയാവിൽ പലതരത്തിലുള്ള സുന്ദരികളും സുമുഖികളും സുശീലകളുമായ പെണ്ണുങ്ങൾ പല തിന്മകളിലേക്ക് വിളിക്കാം. പക്ഷേ അതിനേക്കാൾ സുന്ദരികളെ റബ്ബ് നാളെ ഖിയാമത്ത് നാളിൽ, നാളെ സ്വർഗത്തിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ തരുമെന്ന ചിന്ത ആ മനസ്സുകളിലേക്ക് മാറ്റം. എല്ലാ തരത്തിലും മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്മാർ. അതുകൊണ്ട് നമ്മുടെ യുവാക്കൾ, യുവതികൾ, അതുപോലെ കൂട്ടുകാര്, എല്ലാവർക്കിടയിലും വലിയ രീതിയിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ വിശ്വാസി സമൂഹത്തിന് കഴിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സ്വഭാവപരമായ സംസ്കരണം ഒന്നാമത് നടക്കണം. അതിനെന്ത് വേണം? സ്വഭാവപരമായ സംസ്കരണം നടക്കണമെങ്കിൽ യുവാക്കൾക്കിടയിലും യുവതികൾക്കിടയിലും വലിയ ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കാനുണ്ട്. നമ്മുടെ മക്കൾക്കിടയിൽ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾക്കിടയിൽ എല്ലാം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലൂടെ, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിൽ ഒക്കെ സമയം ചിലവഴിക്കുകയും അതിൻ്റെ പേരിൽ ഓടിച്ചാടി നടക്കുകയാണ് ആളുകൾ. ആർക്കും സമയമില്ല. ഒരു 10 പേര് ഇരിക്കുന്നുവെങ്കിൽ ഓരോരുത്തരുടെയും കൈകളിൽ അവർക്ക് പലരുമായിട്ടായിരിക്കും, ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആളുകളോടായിരിക്കും അവർ സംവദിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് ഓരോരുത്തരുടെയും മനസ്സിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ യുവാക്കളോട്, യുവതികളോട് ഉത്തരവാദിത്തമുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ പിതാവ് ഉണ്ടാക്കുന്ന ബിംബങ്ങൾ ഇതൊന്ന് അവിടെ കൊണ്ടുപോയി വെക്ക് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം മനഃശാസ്ത്രപരമായ ട്രീറ്റ്മെന്റ് നൽകുകയാണ്. സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ നോക്കി ഇതാണ് എൻ്റെ റബ്ബ്. അല്പം കഴിഞ്ഞപ്പോൾ മാഞ്ഞു പോകുമ്പോൾ ഈ മാഞ്ഞു പോകുന്ന അസ്തമിക്കുന്നവയല്ല എന്ന് പറഞ്ഞു മാറ്റം. ഇനിയോ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയ പ്രബോധന പ്രവർത്തന പ്രക്രിയകളിൽ ആ നാട്ടിലുണ്ടായ ആളുകൾ പറഞ്ഞുവല്ലോ, ഖാലൂ സമീനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. ചിലർ പറയാണ്, ഇബ്രാഹിം എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ആ ദൈവങ്ങളെ പറ്റി സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നാട്ടിലെ ആളുകൾ പറയുകയാണ്. ഇനിയോ ഇബ്രാഹിം അലൈഹിസ്സലാം വളർത്തിക്കൊണ്ടുവന്ന തന്റെ മകൻ എങ്ങനെയുള്ള മകനായിരുന്നു? ഇസ്മായിൽ അലൈഹിസ്സലാം, ക്ഷമാശീലയുടെ ഏറ്റവും ഉദാത്തമായ മാതൃകയിൽ ജീവിച്ച മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാം. ആ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ജീവിതം നോക്കിയേ. അള്ളാഹുവിന്റെ കൽപ്പന ഇപ്രകാരമാ, നിന്നെ ബലിയറുക്കണം, റബ്ബിന് വേണ്ടി നിന്നെ അറുക്കണമെന്ന് റബ്ബിന്റെ കൽപ്പന. മകൻ പതറിയില്ല, തളർന്നില്ല, പിന്തിരിഞ്ഞോടിയില്ല. മറിച്ച് ആ മകൻ പറഞ്ഞത്,
ഫലമ്മാ ബലഗ السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى. വിശുദ്ധ ഖുർആന്റെ വചനം ഇബ്രാഹിം അലൈഹിസ്സലാം മകനോട് സംവദിക്കുകയാണ്. ആ സന്ദർഭത്തിൽ മകൻ പറഞ്ഞ വാക്കുകൾ യാ അബത് ഇഫ്അൽ മാ തുഅ്മർ, റബ്ബിന്റെ കൽപ്പന എന്താണോ അത് അതുപോലെ നടപ്പിൽ വരുത്തുക, അതുപോലെ നടപ്പിൽ വരുത്തുക. സതജിദൂനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, ക്ഷമാലുക്കളിൽപ്പെട്ട ഒരാളായി നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും ഉപ്പ. മകൻ പിന്തിരിഞ്ഞോടിയില്ല. നല്ല യുവാക്കളുടെ മാതൃക പഠിപ്പിച്ചെടുത്ത് വിശുദ്ധ ഖുർആൻ മാതൃകയായി വിശ്വാസികൾക്ക് പഠിപ്പിച്ചു തന്നത് അവരൊക്കെയാണ്. ഇനിയോ മഹാനായ യഹ്യ അലൈഹിസ്സലാം, നല്ല കരുത്തുള്ള എല്ലാം ഉണ്ടായിട്ട് ആ യഹ്യ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്ന സംഗതികൾ ഖുർആനിക വചനങ്ങളിൽ കാണാം. യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ വആതീനാഹുൽ ഹുക്മ സബിയ്യ, ഓ യഹ്യ വേദപുസ്തകം കരുത്തോടെ നീ മുറുകെ പിടിക്കുക. കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അദ്ദേഹത്തിന് ഞാൻ ജ്ഞാനം അറിവ് നൽകിയെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇനിയോ ഗുഹാവാസികളായ നാടിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഒരുപാട് ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്ന കുറെ യുവാക്കൾ നാടുവിട്ട ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ ചെറുപ്പക്കാരായ മനുഷ്യന്മാര് നാട്ടിലുള്ള എല്ലാ തരത്തിലുള്ള തിന്മകളോടും സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ആ നാട് വിട്ട് അവർ യാത്ര തിരിക്കുകയാണ്. ആ യുവാക്കളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത്? നഹ്നു നഖസ്സു അലൈക നബഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവരുടെ വിവരം നാം ശരിയായ വിധത്തിൽ നിങ്ങൾക്ക് വിവരിച്ചു തരാം. എന്താണ്? തങ്ങളുടെ റബ്ബിൽ നേരാമത്തിൽ വിശ്വസിച്ചവരായ ആളുകളാണ് ആ യുവാക്കൾ, ആ ചെറുപ്പക്കാരായ ആളുകൾ. അവർക്ക് നാം ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ, നാം നേർവഴിയിൽ വമ്പിച്ച വളർച്ച നൽകിയെന്ന് വിശുദ്ധ ഖുർആൻ അവരെ പ്രത്യേകമായി എടുത്തു പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ മുൻഗാമികളായ ആളുകളുടെ ചരിത്രത്താളുകളിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ വലിയ രീതിയിൽ യുവാക്കളായിരുന്ന കാലഘട്ടങ്ങളിൽ, യുവത്വത്തിൻ്റെ കാലഘട്ടങ്ങളിൽ മഹാനായ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റഹിമഹുല്ലാ, ഇമാം ഷാഫിയുടെ ജീവിതത്തിൽ ചെറുപ്രായത്തിൽ വളരെ ദാരിദ്ര്യമായി ജീവിക്കുന്ന കാലയളവുകളിൽ അദ്ദേഹത്തിന് എഴുതാനോ അല്ലെങ്കിൽ എഴുതി വെക്കാനോ പേപ്പറിൻ്റെയോ അല്ലെങ്കിൽ ഒന്നിൻ്റെയുമില്ല. അദ്ദേഹം മനസ്സിലാക്കുന്ന അറിവുകൾ വലിയ ഗ്രാഹ്യശക്തിയുള്ള ബുദ്ധിമാനായ ആ മഹാവ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവുകളിൽ ചെറുപ്പകാലങ്ങളിൽ വളരെയധികം ദയനീയമായ അവസ്ഥയാണ്. എന്നിട്ട് പോലും അദ്ദേഹം മറ്റുള്ളവർ വലിച്ചെറിയുന്ന പലതിലുമായി അദ്ദേഹം എഴുതി വെക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ മനസ്സിലാക്കിയ അറിവുകൾ, അദ്ദേഹത്തിൽ നിന്നാണല്ലോ ലോക സമൂഹത്തിന് ഇപ്രകാരം അറിവുകൾ കിട്ടിയത്. ഇമാം ബുഖാരി റഹിമഹുല്ലാ, ഇമാം ബുഖാരിയുടെ ചെറുപ്പകാലങ്ങളിൽ കണ്ണിന് കാഴ്ച പോലുമില്ല, അന്ധനായി ജീവിക്കുകയാണ്. മാതാവിൻ്റെ നിരന്തരമായ പ്രാർത്ഥനയുടെ പരിണിതഫലമായി ഇമാം ബുഖാരി റഹിമഹുല്ലക്ക് കണ്ണിന് കാഴ്ചശക്തി കിട്ടി. അദ്ദേഹം ഖുർആൻ ഹിഫ്ളാക്കിയത് അതിനുശേഷമുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഇൽമ് തേടി, അറിവ് തേടി ഒരുപാട് പ്രദേശങ്ങളിലേക്ക് യാത്ര തിരിച്ച മഹാനായ മനുഷ്യനാണ് ഇമാം ബുഖാരി റഹിമഹുല്ല. ആ ഇമാം ബുഖാരിയുടെ ജീവിതത്തിലേക്ക് നോക്കിയേ, ആയിരക്കണക്കിന് ഗുരുനാഥന്മാരിലാണ് അദ്ദേഹം ഹദീസ് പഠിക്കുന്നത്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് 90,000-ലധികം ശിഷ്യന്മാർ ലോക സമൂഹത്തിന്റെ മുമ്പിലുണ്ട്. അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാരായിരുന്ന ആളുകൾ മുഴുവനും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി മാറുകയാണ്. അത്രമാത്രം 6 ലക്ഷത്തിലധികം ഹദീസുകൾ പഠിച്ചിട്ട് അതിൽ നിന്ന് വെറും 2000-ൽ പരം ഹദീസുകൾ മാത്രമാണ് ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ എഴുതി വെക്കുന്നത്. ആവർത്തിക്കപ്പെടാത്ത 2000-ലധികം ഹദീസുകൾ. അപ്പൊ അത്രമാത്രം അറിവിനും പഠനത്തിനും ചിന്തയ്ക്കും വേണ്ടി കഴിച്ചുകൂട്ടിയിരുന്ന നമ്മുടെ മുൻഗാമികളായ ആളുകൾ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ കഴിയും. തിന്മയുമായി ജീവിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലോ പരിസര പ്രദേശങ്ങളിലോ ഉണ്ടെങ്കിൽ അവരെ മാറ്റാനും സംസ്കരിക്കാനും വിശ്വാസികളായ ആളുകൾ കഴിയണം. എങ്ങനെയാണ് കഴിയുക? പ്രത്യേകിച്ച് സ്വഭാവപരമായ സംസ്കരണം നടക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല രീതിയിലും പല സ്വഭാവത്തിലും പ്രകൃതത്തിലും ഒക്കെ ആയിരിക്കാം നമ്മുടെ കുടുംബത്തിലും നാട്ടിലും ഒക്കെയുള്ള ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നാമതായി സാമ്പത്തികമായ ഒരു ശുദ്ധീകരണം. ആ സാമ്പത്തികമായ ശുദ്ധീകരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാലോ അത് വലിയ മാറ്റമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രിയിൽ ഉറക്കമില്ലാതെ ഇങ്ങനെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുകയാണ്. ആ സന്ദർഭത്തിൽ പ്രവാചക പത്നി
അസ്വസ്ഥനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഇന്നി വജത്തു തഹ്ത ജംബി, എന്താണ് പ്രവാചകരെ നിങ്ങളിങ്ങനെ ഉറങ്ങാതെ ഉറക്കമിടിച്ച് നടക്കുന്നത്? നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നി വജത്തു തഹ്ത ജംബി തംറതൻ ഫഖൽതുഹാ വകാന ഇൻദനാ തംറ മിൻ തംരി الصدഖ ഫഖശീതു അൻ തകൂന മിൻഹു. എൻ്റെ പാർശ്വങ്ങളുടെ കാൽപാദങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഈത്തപ്പഴ കഷ്ണം എനിക്ക് കിട്ടി, ഞാനത് ഭക്ഷിച്ചു. ഞാൻ ഇപ്പം ചിന്തിക്കുന്നത്, പൊതുഖജനാവിൻ്റെ സമ്പത്ത് ഇവിടെ വന്നിരുന്നു, അതിൽ നിന്നുള്ള വിഹിതമാണോ ഞാൻ ഭക്ഷിച്ചത് എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ പേടിക്കുന്നത് എന്നാണ്. അപ്പോൾ അവിടെ ഒരു സംസ്കരണം, സാമ്പത്തികമായ മേഖലയിൽ സംസ്കരണം നടക്കണം. നോക്കൂ നിങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ഒന്നാമതായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടാൻ മാത്രം ഏത് നന്മകളിലും ഏത് കാര്യങ്ങളിലും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ ഒന്നാമതായി ഞാനുണ്ട്. നോമ്പുകാരനായി ആരാണുള്ളത്? ഞാനുണ്ട്. പാവപ്പെട്ട ഒരു മനുഷ്യന് ഇന്ന് ഭക്ഷണം കൊടുത്തത് ആരാണുള്ളത്? ഞാനുണ്ട് നബിയെ. നിങ്ങളുടെ കൂടുതൽ ഇന്നൊരു രോഗിയായ മനുഷ്യനെ സന്ദർശിതാരാണുള്ളത്? ഞാനുണ്ട് നബിയെ. നിങ്ങളുടെ കൂടുതൽ ഇന്ന് ഒരു മയ്യത്തിനെ അനുഗമിച്ചതായി ആരാ ഉള്ളത്? ഞാനുണ്ട് നബിയെ. ഏത് ചോദ്യം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചാലും ഞാനുണ്ട് എന്ന് പറയാൻ മാത്രം വിശാലമായ രീതിയിൽ നന്മയിൽ മാത്സര്യബുദ്ധിയോടുകൂടി മത്സരിച്ചിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സന്ദർഭത്തിൽ വേലക്കാരനായ മനുഷ്യൻ കുറച്ച് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു. അദ്ദേഹം ആ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എപ്പോഴും അദ്ദേഹം ചോദിക്കും, ഈ ഭക്ഷണം എവിടുന്നാ കിട്ടിയത്? അപ്പോൾ ഇന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ ഇങ്ങനെ പറയും. അന്ന് അദ്ദേഹം ചോദിക്കാൻ മറന്നു. കഴിക്കുന്ന അല്പം വായിലേക്ക് വെച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ, അതിൽ ഇറങ്ങിപ്പോയി, എവിടുന്നാ ഇന്നത്തെ ഭക്ഷണം? كنت تكهنت الإنسان في الجاهلية وما أحسن الكهانة إلا أني خدعت فلقيني فأتاني بذلك فهذا الذي أقلت منه فأدخل أبو بكر يده فقاع كل شيء في بطنه. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വൃത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ജാഹിലിയ കാലത്ത് ജ്യോത്സ്യപ്പണിയൊക്കെ ചെയ്തിരുന്നു. ആ ജ്യോത്സ്യപ്പണി ചെയ്യുന്ന സന്ദർഭത്തിൽ എനിക്ക് കുറച്ച് വിഹിതം കിട്ടാനുണ്ടായിരുന്നു. ആ വിഹിതം ഇന്ന് കിട്ടിയപ്പോൾ ഞാൻ അതുകൊണ്ട് അല്പം ഭക്ഷണം വാങ്ങി, അതാണിപ്പം നിങ്ങൾ കഴിക്കുന്നത്. ഉടൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ വായിലേക്ക് വിരലുകൾ ഇടുകയും താൻ കഴിച്ച ഭക്ഷണം മുഴുവനും ഛർദ്ദിച്ചു കളയുകയാ. എനിക്കത് വേണ്ട. എന്തായാലും കഴിച്ചു എന്നല്ല അദ്ദേഹം ചിന്തിച്ചത്, ഇനി അത് ആവശ്യമില്ല. ആ രീതിയിലേക്കായിരുന്നു മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. മഹാനായ വഹബ് ബിൻ മുനബ്ബിഹ് റഹിമഹുല്ലാ വിശദീകരിക്കുകയാണ്, മൻ സറഹു യസ്തജീബു അല്ലാഹു ദഅവഹ ഫല്യുതിബ് തുഅമതഹു. അള്ളാഹു ഒരു മനുഷ്യന് ദുആക്ക് ഉത്തരം നൽകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അങ്ങനെ വല്ലവരും സന്തോഷിക്കുന്നു, തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ്റെ ഭക്ഷണം അവൻ നന്നാക്കട്ടെ. ഭക്ഷണം നന്നാക്കിയാൽ, കഴിക്കുന്ന ഭക്ഷണം ഹലാലായ മാർഗത്തിലാണെങ്കിൽ അതിൽ സംതൃപ്തി ഉണ്ടാവും. ചിലർക്ക് വലിയ സാലറി കിട്ടുന്ന, വലിയ ശമ്പളം കിട്ടുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ അവരുടെ ഫ്ലാറ്റിൻ്റെ വാടക, മക്കളുടെ പഠനം എല്ലാതും കഴിയുമ്പോഴും ഒന്നിലേക്കും തികയില്ല. ചെറിയ ശമ്പളം കിട്ടുന്ന ആളുകളോ വളരെ സുഭിക്ഷമായി സമാധാനത്തോടെ അൽഹംദുലില്ലാഹ് അവർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നു. എങ്ങനെയാണത് കടന്നു വരുന്നത്? അള്ളാഹു ഓരോ മനുഷ്യർക്കും മനസ്സമാധാനം നൽകുന്നത് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു ഹലാലായ രീതിയിലൂടെയാണോ അത് കടന്നു പോകുന്നതെങ്കിൽ അതിലൊരു സംതൃപ്തി ഉണ്ടാകാം. മറ്റത് അതിലൂടെ ഇങ്ങനെ പലതും കടന്നു വരുമ്പോൾ ആ കടന്നു വരുന്നത് പലപ്പോഴും നമ്മെ നന്മയിലേക്കല്ല കടത്തിക്കൊണ്ടുപോകുന്നത്, മറിച്ച് തിന്മയിലേക്കാണ്. ഹറാമായ സമ്പാദ്യത്തിലൂടെയാണ് നമ്മുടെ ശരീരമൊക്കെ ഇങ്ങനെ വളർന്നത് എങ്കിൽ അതിന് ഏറ്റവും അർഹമായത് നരകമാണ്. രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി എനിക്ക് ഉത്തരം നൽകണേ എന്ന് റബ്ബിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അല്ലാഹ് എനിക്ക് ഉത്തരം നൽകണേ റബ്ബേ, എന്നെ സ്വീകരിക്കണമേ എന്നിങ്ങനെ നിരന്തരമായി പ്രാർത്ഥിക്കുന്നു. അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം നിഷിദ്ധമാണ്, അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണം നിഷിദ്ധമാണ്, അയാൾ കുടിക്കുന്ന പാനീയം നിഷിദ്ധമാണ്. എങ്ങനെയാ രണ്ട് കൈയോ ആകാശത്തേക്ക് ഉയർത്തി റബ്ബേ എനിക്ക് ഉത്തരം തരണേ എന്നിങ്ങനെ പറഞ്ഞാൽ അള്ളാഹു അത് കേൾക്കുക? ഉത്തരം ചെയ്യുക? കേൾക്കില്ല. അതുകൊണ്ട് ഹലാലായ ഭക്ഷണം കഴിക്കാൻ അവിടെ ഒരു സംസ്കരണം നമുക്ക് നടക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാരായ സ്വഹാബിവര്യന്മാരെ അബ്ദുല്ലാഹിബ്നു മുബാറക്കിനെ പോലെ, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുവിനെ പോലെയുള്ള സ്വഹാബിവര്യന്മാർ, മുത്തബിയുസ് സുന്ന അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു വിശദീകരിക്കുകയാണ്,
ഒരാളുടെ കയ്യിൽ 6 ലക്ഷം, അത്രമാത്രം ഒരു മനുഷ്യന്റെ കയ്യിൽ 1 ലക്ഷം ദിർഹമുകളുണ്ട്. ആ 1 ലക്ഷം അയാൾ ചെലവഴിക്കുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉള്ളത് അതിൽ 1 ദിർഹമാകട്ടെ എന്ത് നിഷിദ്ധമായ രീതിയിലുള്ള സമ്പാദ്യമാണെങ്കിൽ അത് ഒഴിവാക്കുക എന്നാണ്. ഒരു ആൾ സംഭാവന ചോദിച്ചപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തേക്ക് നാട്യത്തിൽ എന്തെങ്കിലും ഒരു പിരിവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഗതിയിലേക്ക് നമ്മോട് ആവശ്യപ്പെട്ടപ്പോൾ അയാൾ 1 ലക്ഷം കൊടുക്കുന്നു. എന്നാൽ അയാളിൽ ആ 1 ലക്ഷത്തിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള സമ്പാദ്യത്തിലോ 1 ദീനാറ് അർഹതപ്പെടാത്തതാണെങ്കിൽ അത് ഒഴിവാക്കലാണ് ആ 1 ലക്ഷം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് മഹാനായ സഹാബി അബ്ദുല്ലാഹിബ്നു ഉമർ വിശദീകരിക്കുകയാണ്. അബ്ദുല്ലാഹിബ്നു മുബാറക് റഹിമഹുല്ലാഹ് വിശദീകരിച്ചത് ലൈൻ അറുദ്ദ ദിർഹമൻ മിൻ ശുബ്ഹതി അഹബ്ബു ഇലയ്യ മിൻ അൻ അതസദ്ദക ബി600,000. ഒരു മനുഷ്യന്റെ കയ്യിൽ സംശയാസ്പദമായ രീതിയിൽ 1 ദിർഹമുണ്ട്. അതിപ്പോൾ അവിടുന്ന് കിട്ടിയതാണോ എവിടുന്നാണ് അയാൾക്ക് തന്നെ ഉറപ്പില്ല. അങ്ങനെ കിട്ടിയ 1 ദിർഹമാണ് ഒരാളുടെ കയ്യിലുള്ളത് എങ്കിൽ അയാൾ അത് വേണ്ടെന്ന് വെക്കലാണ് 6 ലക്ഷം ദിർഹമുകൾ, ദീനാറുകൾ അയാൾ ദാനധർമ്മം ചെയ്തതിനേക്കാൾ നല്ലത്. അയാൾ 6 ലക്ഷമാണ് തന്നത്, നിങ്ങൾ ആകെ 1 ദിർഹംസെ തന്നത് ചോദിക്കുമ്പോൾ ആ 1 ദിർഹംസിന് അവിടെ മൂല്യമുള്ളൂ. അത്രമാത്രം സാമ്പത്തികമായ ശുദ്ധീകരണം. അതിലെന്ത് വേണം? ഹൃദയത്തെ നാം ശുദ്ധീകരിക്കണം, നമ്മുടെ ഖൽബിനെ ശുദ്ധീകരിക്കപ്പെടാൻ കഴിയണം. അലാ വഇന്ന ഫിൽ ജസദി മുദ്ഗഹ, ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു, അത് നന്നായ ശരീരം മുഴുവൻ അങ്ങോട്ട് നന്നായി. വൈൻ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് കേടായാലോ ശരീരം മുഴുവനും കേടായി. അലാ നിങ്ങൾ അറിയണേ, വഹിയൽ ഖൽബ്, അതാണ് ഹൃദയം എന്ന് പറഞ്ഞത്. മറ്റൊന്ന് ബിമതലീനുൽ ഖുലൂബ്, ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റഹിമഹുള്ളയോട് ചോദിക്കുകയാണ്, ഹൃദയങ്ങൾ ഇങ്ങനെ ലോലമായിട്ട് നല്ല മൃദുലമായിട്ട് പെരുമാറാൻ എന്താ ഞാൻ ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ബിഅക്ലിൽ ഹലാൽ, ഹലാലായ രീതിയിലുള്ള ഭക്ഷണം നീ കഴിക്കുക എന്നതാണ് അതിനുള്ള പരിഹാരമായിട്ട് അദ്ദേഹം നിശ്ചയിച്ചു കൊടുക്കുന്നത്. ഹലാലായ ഉപജീവനം നീ കഴിക്കുന്നുവെങ്കിൽ നിന്റെ ഹൃദയങ്ങൾ നിനക്ക് ലോലമായി തീരും, സമാധാനത്തോടു കൂടി നിനക്ക് ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് വിശ്വാസി സമൂഹത്തിന് അവരുടെ ഭക്ഷണ മേഖലകളിൽ ഒരു ശുദ്ധീകരണം. മറ്റൊരു മേഖലയാണ് വസ്ത്രധാരണം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാ രീതിയിലുമുള്ള സൗകര്യങ്ങളുമുള്ള വലിയൊരു കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്നു, ഇസ്ലാമിന്റെ ഭരണാധികാരിയായി. അദ്ദേഹത്തെ കാണാൻ വേണ്ടി കിസ്ര, കൈസർ രാജാക്കന്മാരുടെ പ്രതിനിധികൾ കടന്നു വരുന്ന കാലഘട്ടം, നജ്ജാഷിയുടെയും നേഗസ് എന്നൊക്കെ പറയുന്ന രാജാക്കന്മാരുടെ, റോമയിൽ നിന്ന് പേർഷ്യയിൽ നിന്നൊക്കെ ആളുകൾ കടന്നു വരികയാണ്, ദൂതന്മാർ അന്വേഷിച്ചു വരികയാണ്. അവർ കടന്നു വരുമ്പോൾ, എവിടെ നിങ്ങളുടെ ഖലീഫ? സ്വർണത്തിന്റെ സിംഹാസനത്തിൽ ആർഭാടത്തോടു കൂടി ഇരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പ്രതിനിധികൾ കടന്നു വന്ന് അന്വേഷിച്ചു നോക്കുമ്പോഴോ, എവിടെ ഉമർ? ഉമറിന്റെ കൊട്ടാരം എവിടെ? ആ മരത്തിന്റെ ചൂട്ടിൽ കിടക്കുന്ന മനുഷ്യനാണ് ഉമർ. ഇത്ര ലളിതനായ മനുഷ്യനോ? ആളുകൾ അത്ഭുതപ്പെട്ടു. രാത്രിയിൽ തൻ്റെ സ്വന്തം ചുമലുകളിൽ ഗോതമ്പിന്റെ ചാക്കണി ചുമന്നുകൊണ്ട് വൃദ്ധയായ, അല്ലെങ്കിൽ 2 മക്കള് വിശന്ന് കരയുന്ന കണ്ടപ്പോൾ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരവസ്ഥ കണ്ടപ്പോൾ, ഞാൻ ഏറ്റിക്കോളാ എന്ന് വേലക്കാരൻ പറഞ്ഞപ്പോൾ, പരലോകത്ത് എൻ്റെ ഭാരം നീ ചുമക്കുമോ എന്ന് ചോദിച്ചു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹു എന്നും ഒരു വീട്ടിൽ ഇങ്ങനെ പോയി വരുമ്പോൾ മറ്റൊരു സഹാബിക്ക് അത്ഭുതം, എന്തിനാ എന്നും ഉമർ അവിടെ ഇങ്ങനെ പോകുന്നത്? ആ ഉമർ അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ ഇദ്ദേഹം അവിടെ ചെന്ന് ഇങ്ങനെ അന്വേഷിക്കുകയാണ്. ഒരു വൃദ്ധയായ സ്ത്രീ, അവരുടെ എണീക്കാൻ കഴിയാത്ത അവസ്ഥയിൽ, അവർ ധരിച്ച വസ്ത്രത്തിൽ തന്നെ അവർ മൂത്രമൊഴിക്കുന്നു. അങ്ങനെ അവരുടെ വസ്ത്രം മാറ്റി കൊടുക്കാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും വീട് വൃത്തിയാക്കാനുമാണ് ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുന്നത്. അങ്ങനെയൊക്കെ മാറാൻ, ലോലമായ മനസ്സിന്റെ ഉടമയായി മാറാൻ മാത്രം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹു പ്രസംഗിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഉടനെ ആളുകൾ പറഞ്ഞു, ഉമറെ പ്രസംഗിക്കാൻ വരട്ടെ. ഉമർ ഇന്ന് ധരിച്ചിരിക്കുന്ന ഈ ഖമീസ് ഇത് എവിടുന്നാണ്? കാരണം ഞങ്ങളൊക്കെ അവിടെ ധരിച്ച് വളരെ ലളിതമാണല്ലോ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ മകൻ അബ്ദുള്ള ഈ സദസ്സിലുണ്ടെങ്കിൽ അബ്ദുള്ള അതിന് മറുപടി പറയും. അബ്ദുള്ള റളിയല്ലാഹു അൻഹു എണീറ്റ് പറഞ്ഞു, ഞാൻ എല്ലാവർക്കും കിട്ടിയ പോലെ അനിയമത്ത് സ്വത്തിൽ നിന്ന് എനിക്കും ഒരു വിഹിതം കിട്ടി. ഞാൻ എൻ്റെ ഉപ്പാനിലേക്ക് നോക്കിയപ്പോൾ ഉപ്പാൻ്റെ വസ്ത്രമാകെ തുന്നി 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 കഷ്ണം വെച്ചതാണ്. ആ കഷ്ണം വെച്ച കോട്ട് ധരിച്ചുകൊണ്ട് ഖലീഫ ഉമർ പ്രസംഗിക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എനിക്ക് കിട്ടിയ വിഹിതം കൂടി എൻ്റെ ഉപ്പാക്ക് കൊടുത്തു, അതാണ് ഈ വസ്ത്രമെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന സന്ദർഭം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും.
അങ്ങനെയൊക്കെ മാറാൻ മാത്രം ഈ സ്വഹാബിവര്യന്മാരുടെ ജീവിതത്തിലേക്ക് സംസ്കരണം കടന്നു വന്നുവെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സിലും ഇത്തരത്തിൽ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സംസ്കരണം കടന്നു വരും. അതിനെ ചില പ്രാർത്ഥനകൾ ആദ്യം നാം ഗ്രഹിക്കുക, ചില പ്രാർത്ഥനകൾ പഠിക്കുക. പലതരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്യുന്നവരായ ആളുകളാണ്. മഹാനായ സിയാദ് ബിൻ ഇലാഖ അൻ അമ്മിഹി, സിയാദ് തന്റെ പിതൃവിൻ ഖുത്ബയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, വഹുവ ഖുത്ബത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖ് വൽ അഅമാലി വൽ അഹ്വാ. ഈ പ്രാർത്ഥന നിങ്ങൾ നിർവഹിക്കുക എന്നതാണ്. ഇങ്ങനെ എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ദുഷ്ടമായ ചിന്താഗതികളിൽ നിന്നും ദുർവിചാരങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അത് നമ്മൾ പ്രാർത്ഥിക്കണം. മറ്റൊരു പ്രാർത്ഥന മഹാനായ ശക്ൽ ബിൻ ഹുമൈദ് റളിയല്ലാഹു തആല അൻഹു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നുകൊണ്ട് ആവശ്യപ്പെടുകയാണ്, യാ റസൂലല്ലാഹ് അല്ലിംനി ദുആ, എനിക്കൊരു ദുആ പഠിപ്പിച്ചു തന്നാലും പ്രവാചകരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സംഇ വമിൻ ശർരി ബസരി വമിൻ ശർരി ലിസാനി വമിൻ ശർരി ഖൽബി വമിൻ ശർരി മനിയി എന്ന രീതിയിലുള്ള പ്രാർത്ഥനയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന പഠിപ്പിച്ചെടുത്ത് അല്ലാഹുമ്മ ജ്അൽ ഫീ ഖൽബി നൂറാ വഫീ ലിസാനി നൂറാ വജ്അൽ ഫീ സംഇ നൂറാ വജ്അൽ ഫീ ബസ്രി നൂറാ വജ്അൽ ഫീ സംഇ നൂറാ എന്ന രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. വമിൻ ഫൗഖി നൂറാ വമിൻ തഹ്തി നൂറാ വമിൻ ശിമാലി നൂറാ വമിൻ യമീനി നൂറാ. ഈ പ്രാർത്ഥനയുടെ വേറൊരു രൂപം, ആ പ്രാർത്ഥന എന്താ? അല്ലാഹുവേ എൻ്റെ ഹൃദയത്തിൽ പ്രകാശം ചൊരിയണമേ, എൻ്റെ വലതുഭാഗത്ത് ഇടതുഭാഗത്ത് മുന്നിൽ പിന്നിൽ മുകളിൽ താഴെ കണ്ണില് കാതില് ഒക്കെ പ്രകാശം, നാവിലൊക്കെ പ്രകാശം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയോട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സംഇ വമിൻ ശർരി ബസരി വമിൻ ശർരി ലിസാനി വമിൻ ശർരി ഖൽബി വമിൻ ശർരി മനിയി. അല്ലാഹുവേ എൻ്റെ കണ്ണുകളിൽ നിന്നുള്ള തിന്മകളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്, എൻ്റെ നാവിൽ നിന്നുള്ള സംഭവിക്കുന്ന തിന്മയിൽ ഞാൻ രക്ഷ ചോദിക്കുകയാണ്, എൻ്റെ ഹൃദയത്തിന് സംഭവിക്കുന്ന തിന്മയിൽ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്, അതുപോലെ തന്നെ എൻ്റെ ലൈംഗികമായ അവയവത്തിൽ നിന്ന് സംഭവിക്കുന്ന തിന്മകളിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുകയാണ് എന്ന രീതിയിലുള്ള പ്രാർത്ഥനയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നാം പറയുന്നതോടൊപ്പം പലപ്പോഴും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മാ അമൽതു വമിൻ ശർരി മാ ലം അഅമൽ, അല്ലാഹുവേ എൻ്റെ പ്രവർത്തനങ്ങളിൽ വന്നുപോയ അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനങ്ങളിൽ സംഭവിക്കുന്ന നാശത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. ഞാൻ പ്രവർത്തിക്കാതെ സംഭവിച്ച നാശങ്ങൾ, അതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥനകളും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള പല പ്രാർത്ഥനകൾ വിശ്വാസികളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യൻ, അയാളുടെ മാറ്റങ്ങൾ ഓരോ മേഖലകളിൽ സൃഷ്ടിക്കപ്പെടുകയാണ്. വേറൊരു മേഖല, നമ്മളെല്ലാവരും മനുഷ്യരാണ്, പലതരത്തിലുള്ള തിന്മകൾ ദിനേന പല വിധത്തിലും രൂപത്തിലും ഒക്കെ സംഭവിക്കുന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇദാ തവല്ല അൽ അബ്ദുൽ മുസ്ലിം ഔൽ മുഅ്മിൻ ഫാസല വജ്ഹു ഖറജ മിൻ വജ്ഹി കുല്ലു ഖതിയത്തിൻ നദറ ഇലൈഹാ ബിഐനി മഅൽ മാഇ ഔ മഅ ആഖിരി കത്വിൽ മാ. ഒരു മനുഷ്യൻ ഇങ്ങനെ വുളു എടുക്കാൻ വേണ്ടിയിട്ട് വുളു ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഇങ്ങനെ മുഖം കഴുകുകയാണ്. ആ മുഖം കഴുകുന്ന സമയത്ത് കണ്ണുകൊണ്ട് എന്തൊക്കെ കണ്ടോ അല്ലെങ്കിൽ എന്തിലൊക്കെ നോക്കിയോ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തെടുക്കണം. ആ മുഖം ഇങ്ങനെ നേരാവത്തിൽ കഴുകുക, അതിലൂടെ ആ പാപം ആ വെള്ളം ഒലിച്ചു പോകുമ്പോൾ അതിലൂടെയുള്ള തിന്മകൾ മുഴുവനും പോവുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, മറ്റൊരു റിപ്പോർട്ട്, ഒരു മനുഷ്യന് അയാളുടെ കൈകൾ ഇങ്ങനെ കഴുകുന്ന സന്ദർഭത്തിൽ നേരാവത്തിൽ കൈകൾ കഴുകുകയാണെങ്കിൽ കൈകൾ കൊണ്ട് എന്തൊക്കെ തിന്മകൾ വന്നോ ആ കൈകൾ നേരെ കഴുകുമ്പോൾ അതിലൂടെയുള്ള പാപങ്ങൾ മുഴുവനും പൊഴിക്കപ്പെടുകയാണ്. തിന്മയിലേക്ക് നടന്ന കാലുകളാണെങ്കിൽ കാലുകൾ കഴുകുന്നതോടുകൂടി അതിലൂടെയുള്ള പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു പാപവുമില്ലാത്ത, പാപരഹിതനായ, പാപങ്ങളില്ലാത്ത പരിശുദ്ധനായ ഒരു മനുഷ്യനായി ഒരു വുളു എടുക്കുന്നതോടുകൂടി തന്നെ അയാൾ മാറുകയാണ്.
അപ്പോൾ എത്ര മാറ്റങ്ങൾ, ഓരോ മേഖലകളിൽ നോക്കിയേ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ മാറണമെങ്കിൽ എന്ത് വേണം? തൗഹീദ് അയാൾ ഉൾക്കൊള്ളണം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം അയാൾ ഉൾക്കൊള്ളണം. അതല്ലാതെ അയാൾ ഇങ്ങനെ ഒളു എടുക്കണം, നിസ്കരിക്കണം, നോമ്പ് വെക്കണം, ഇതുകൊണ്ടൊന്നും കാര്യമില്ല. അയാളുടെ അടിത്തറ ആദ്യം ശരിയാവണം. ചിലപ്പോൾ പലപ്പോഴും പലരുടെയും അടിത്തറ പല വിഷയങ്ങളിൽ തെറ്റിപ്പോകാറുണ്ട്. നോക്കൂ നിങ്ങൾ, ദഖലൽ ജന്നത റജുലുൻ ഫീ ദുബാബി വദഖലൻ നാറ റജുലുൻ ഫീ ദുബാബ്. ഒരു ഈച്ചയുടെ വിഷയത്തിൽ ഒരാൾ സ്വർഗ്ഗത്തിലേക്കും ഒരാൾ നരകത്തിലേക്കും പോയ സംഭവം. സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്താണ് ആ സംഭവം? വകൈഫ ദാലിക യാ റസൂലല്ലാഹ്, ഒന്ന് വിശദീകരിച്ചാൽ. പ്രവാചകൻ പറഞ്ഞു, മർറ റജുലാനി അലാ ഖൗമിൻ ലഹും സനമുൻ ലാ യജൂസു അഹദുൻ ഹത്താ യുകർരിബ ലഹു ഷൈഅൻ. ഒരു ഗോത്രത്തിലൂടെ അങ്ങ് നടന്നു പോവുകയാണെങ്കിൽ ആ ഗോത്രക്കാരുടെ ഒരു നിബന്ധനയാണ്, അതിലോ നടന്നു പോകുന്ന ഏത് മനുഷ്യനാണെങ്കിലും എന്തെങ്കിലും അവിടെയുള്ള ബിംബത്തിന് ബലി നൽകണം. അങ്ങനെ രണ്ട് ആളുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവരോട് പറഞ്ഞു, എന്തെങ്കിലും ഇതിനു വേണ്ടി ബലി നൽകണം. അദ്ദേഹം പറഞ്ഞു, കഴിയില്ല. രണ്ടുപേരോടും ആവശ്യപ്പെടുകയാണ്. ഒന്നാമത്തെ മനുഷ്യനെ പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്താണ് ബലി നൽകേണ്ടത്? എൻ്റെ അടുത്ത് ഒന്നുമില്ല. അപ്പോൾ ഒരു ഈച്ചയെങ്കിലും ബലി നൽകിക്കൂടെ? ഒരു ഈച്ചനെ പിടിച്ചിട്ട് ഒന്നിങ്ങനെ അറുത്തൂടെ? അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഖർരിബു വല ഉദുബാബ, ഈച്ചനെ നൽകണമെന്ന് പറഞ്ഞപ്പോൾ ഫഖറബ ദുബാബ, ഈച്ചനെ അറുത്തിട്ട് അദ്ദേഹം ബലി കൊടുത്തു. അവരുടെ സമാധാനത്തിൽ അങ്ങനെ ചെയ്തു. അത് കാരണം അവരെ അദ്ദേഹം വിട്ടേച്ചു. നീ പോയിക്കോ. മറ്റേ ആൾ പറഞ്ഞു, നീ എന്തെങ്കിലും ഒന്ന് ബലി നൽകി, ഒരു ഈച്ചെങ്കിലും, ഒരു നിസ്സാരമായ എന്തെങ്കിലും ഒന്ന് ബലി നൽകിയിട്ട് പോയിക്കോ, ഞങ്ങളെ ബിംബത്തിനൊന്ന് സന്തോഷിപ്പിക്കാൻ. അദ്ദേഹം പറഞ്ഞു, എന്ത്? മാ കുൻതു ലിയുഖർരിബ ലിഅഹദി ഷൈഅൻ ദൂനല്ലാഹി അസ്സ വജൽ, എൻ്റെ റബ്ബിനല്ലാതെ ഒരാൾക്കും ഞാൻ ഒരു ബലി നൽകില്ല. എൻ്റെ റബ്ബിന് മാത്രമാണ് ഞാൻ ബലി നൽകുക. ഒരാളുടെയും തൃപ്തി എനിക്ക് ആവശ്യമില്ല. നിങ്ങൾ എന്നെ കൊന്നോ, എനിക്ക് പ്രശ്നമല്ല. ആ സമയത്ത് അവരദ്ദേഹത്തിൻ്റെ പിരടി വെട്ടുകയാണ്. ഫദഖലൽ ജന്ന, ആ കാരണത്താൽ ആ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. എന്തേ അദ്ദേഹം ചെയ്തത്? എന്നെ കൊണ്ട് പറ്റൂല, അള്ളാഹുവിന് വേണ്ടി മാത്രം. ആ കാരണത്താൽ അദ്ദേഹം സ്വർഗത്തിലേക്ക്. അപ്പോൾ അടിത്തറ തന്നെ മാറി. തൗഹീദിൻ്റെ വിഷയത്തിൽ അദ്ദേഹം കൃത്യമായ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചതുകൊണ്ട്. അതുകൊണ്ട് വിശ്വാസികളായ മനുഷ്യർ ഇങ്ങനെയൊക്കെ നന്മകൾ നിർവഹിക്കുന്ന ആളുകളാണെങ്കിൽ വേറെ പല വിഷയങ്ങളിലേക്കും കടന്നു ചെല്ലാം. ഇപ്പം നമ്മൾ നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ ഇന്ന ആൾ മരിച്ചിട്ടുണ്ട് എന്ന് അറിയുമ്പോൾ ഒന്ന് അവിടെ പോയി നോക്കുക. അയാളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ ആളുകൾ ഇങ്ങനെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം 40 പേര് ആ മനുഷ്യൻ്റെ ജനാസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മുവഹിദായ 40 പേരെ ബാക്കിയാക്കിയിട്ട് അവർ മയ്യിത്ത് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, മൻ ഗസ്സല മയ്യിതൻ ഫകതമ അലൈഹി ഗഫറല്ലാഹു ലഹു 40 മറ. നമ്മുടെ നാട്ടിൽ ആരെയൊക്കെ അത് മരിച്ചു എന്ന് കേട്ടപ്പോൾ അവിടെ നിന്ന് പോയി ആ മയ്യിത്തിനെ കുളിപ്പിക്കാൻ വേണ്ടി ഒപ്പം അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ആ കുളിപ്പിക്കുന്ന സമയത്ത് പല ന്യൂനതകളും കാണാം ചിലപ്പോൾ മനുഷ്യനിൽ. അതൊക്കെ മനസ്സിലായിട്ട് തന്നെ അത് മറച്ചു വെച്ച് കഴിഞ്ഞാൽ 40 തവണ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കുകയാണ്. വീണ്ടും പഠിപ്പിക്കുകയാണ്, അതോടൊപ്പം അയാളുടെ വസ്ത്രമൊക്കെ ഇങ്ങനെ കഫൻ ചെയ്യുമ്പോൾ, വസ്ത്രമൊക്കെ മേത്തിടുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു വസ്ത്രങ്ങളൊക്കെ കഫൻ ചെയ്യും, അങ്ങനെ അതിൻ്റെ ഒപ്പം കൂടി കൊടുത്താൽ അത് കാരണമായി സ്വർഗത്തിൽ പട്ടുകൊണ്ടുള്ള വസ്ത്രങ്ങൾ അള്ളാഹു അയാളെ ധരിപ്പിക്കുകയാണ്. അതോടൊപ്പം അയാളുടെ ഖബർ കുഴിക്കാൻ വേണ്ടി ഒപ്പം അങ്ങനെ നിന്ന് കൊടുത്തു, ഖബറൊക്കെ അങ്ങനെ കുഴിച്ചു, എന്നിട്ട് അയാളെ അതിലേക്ക് ഇറക്കി വെച്ചാലോ ഖിയാമത്ത് നാൾ വരെ ഒരു മനുഷ്യനെ സ്വന്തം വീട്ടിൽ ഒരാളിങ്ങനെ താമസിപ്പിച്ചു, ഒരു വാടകയും വാങ്ങാതെ, നീ ഫ്രീ ആയിട്ട് എൻ്റെ വീട്ടിൽ ഈ ഇങ്ങ് നിന്നോ എന്ന് പറഞ്ഞാൽ അയാൾക്ക് എത്ര കൂലി കിട്ടോ? അതുപോലെയുള്ള പ്രതിഫലം. എന്തായാലും ചെയ്ത് ഒരു കുഴിക്കാൻ കൂടിയൊപ്പം ഖബറിലേക്കൊന്ന് ഇറക്കി വെച്ചു. ഇത്രമാത്രം പ്രതിഫലമാണ് ഒരു വിശ്വാസിയായ മനുഷ്യൻ ഒരു നന്മ. ഇനിയോ അയാളുടെ ജീവിതത്തിൽ തന്നെ ഈ മയ്യത്തിനെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒപ്പം ഒന്നിങ്ങനെ പോയി, ജനാസയുടെ കൂടെ പോയത് കൊണ്ട് ഒരു ഖീറാത്ത് പ്രതിഫലം കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖീറാത്തിനെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ സഹാബത്തിന് ആകാംക്ഷ. ഒരാളെ ജനാസ കൊണ്ടുപോകാൻ ആ ഖബറിലേക്കൊക്കെ ഇറക്കി വെക്കണം, നേരെ അവിടെ നിന്നപ്പോൾ കിട്ടുന്നതാണ് ഖീറാത്ത്. എത്ര വലിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് കാണുന്ന ഏറ്റവും വലിയ മലയായ ഉഹുദ് മലയോടാണ് പറഞ്ഞത്. ഒരു
ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ ഉഹുദ് മലയുടെ അത്ര വലിപ്പം വരും, അത്ര പ്രതിഫലമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ മനസ്സിനെയും സ്വഭാവത്തെയും ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ പല മേഖലകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇത്തരത്തിലുള്ള നന്മകളുടെ ഭാഗങ്ങളിലൊക്കെ നമ്മളിങ്ങനെ കൂടിക്കൊടുക്കുക, അതിൻ്റെ കൂടെ ചേർന്ന് കൊടുക്കുക. അതോടൊപ്പം എല്ലാവർക്കും പറയാൻ പറ്റുന്ന ചില വചനങ്ങളൊക്കെ ഇങ്ങനെ പറയാം. സുബ്ഹാനല്ലാഹിൽ അദീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി. എത്ര ലളിത അതിൻ്റെ മഹത്വമോ. കലിമതാനി ഹബീബത്താനി റഹ്മാൻ ഖഫീഫത്താനി ലിസാൻ സഖീലതാനി ഫിൽ മീസാൻ. നാവിന് തീരെ ഭാരം തോന്നാത്തത്, എന്നാലോ നന്മയുടെ തുലാസിൽ ഏറ്റവും അധികം ഭാരം തൂങ്ങുന്നതും പരമകാരുണികനായ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള 2 വചനങ്ങൾ സുബ്ഹാനല്ലാഹിൽ അദീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഇതിങ്ങനെ പറഞ്ഞൂടെ എന്നാണ് ചോദിച്ചത്. ഇനിയോ വേറെ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇപ്പം നമ്മൾ ബാങ്ക് കേൾക്കുമ്പോൾ പല ദിക്റുകളും പറയാറുണ്ട്. ആ ബാങ്കിലിങ്ങനെ ജവാബ്, ആ സമയത്ത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അത് പറയുമ്പോൾ റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ എന്ന് പറയാൻ പഠിപ്പിച്ചു. കൂട്ടത്തിൽ രാവിലെയും അത് പറയാൻ വേണ്ടി പഠിപ്പിച്ചു. റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ എന്ന് നിങ്ങൾ പറയണമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതൊക്കെ പറയണമെങ്കിൽ ആര് വേണം? നമുക്ക് നല്ല സ്നേഹബന്ധങ്ങൾ വേണം, നല്ല നല്ല കൂട്ടുകെട്ടുകൾ, നല്ല നല്ല സൗഹാർദ്ദങ്ങൾ, നമ്മളെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന, നന്മയുടെ പ്രചോദകരായി. പല തിന്മകളൊക്കെ ചെയ്യുന്നുണ്ടാകാം, പക്ഷേ നന്മയടക്കം ഉപദേശിച്ചു തരാൻ ഒരു ഓർമ്മപ്പെടുത്തൽ. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും പലതും ചോദിക്കും. നാട്ടിലത്തെ വിശേഷങ്ങൾ, കുടുംബത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. പക്ഷേ നമ്മുടെ പാരത്രികമായ ജീവിതത്തിലേക്ക് വേണ്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തി തരിക എന്നതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വജബത് മഹബ്ബതി ലിൽ മുതഹബ്ബീന ഫിയാ വൽ മുതജാലിസീന ഫിയാ വൽ മുതസാവിലീന ഫിയാ വബിൽ മുതബാസിലീന ഫിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, എൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവരായ 2 പേര്, അല്ലെങ്കിൽ പരസ്പരം സ്നേഹിക്കുന്നവർ, എൻ്റെ മാർഗത്തിൽ പരസ്പരം കൂടിയിരിക്കുന്നവരായ ആളുകൾ, എൻ്റെ മാർഗത്തിൽ പരസ്പരം സന്ദർശിക്കുന്നവരായ ആളുകൾ, എൻ്റെ മാർഗത്തിൽ പരസ്പരം ചിലവഴിക്കുന്നവരായ ആളുകൾ. അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ്? വജബത്ത്, അവർക്ക് നിർബന്ധമായി എന്ത്? മഹബ്ബതി, എൻ്റെ സ്നേഹം എന്ന് അള്ളാഹു പറയാണ്. ഖാലല്ലാഹു അസ്സ വജൽ. ഇനിയോ മറ്റൊന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഇദാ ആദ റജുലു അഖാഹു ഔസാറ ഖാലല്ലാഹു അസ്സ വജൽ തിബ്ത വതാബ മംശാക് വതബവഅത മൻസിലൻ ഫിൽ ജന്ന. നമ്മുടെ ഒരു സുഹൃത്തിന് എപ്പോഴും നമ്മുടെ കൂടെയുള്ള ഒരാൾ, അയാൾക്ക് എന്തെങ്കിലും അസുഖം പിടിച്ചപ്പോൾ ഒന്ന് അയാളങ്ങനെ കാണാൻ വേണ്ടി പോയാൽ അയാളുടെ നടത്തം നീ നന്നാക്കിയെന്നാണ്. നീ നല്ലത് ചെയ്തു, നിന്റെ നടത്തം നീ നന്നാക്കി. രാവിലെയാണ് പോയി കാണുന്നതെങ്കിൽ 7000 മലക്കുകൾ കാരുണ്യത്തിന് വേണ്ടി ആ മനുഷ്യന് പ്രാർത്ഥിക്കും. വൈകുന്നേരമാണ് അയാളൊന്ന് പോയി കാണുമെങ്കിലോ 7000ഓളം മലക്കുകൾ ആ മനുഷ്യന് വൈകുന്നേരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഇനിയോ നല്ല സ്നേഹബന്ധത്തോടു കൂടി ഇങ്ങനെ ജീവിച്ചവരുടെ അവസ്ഥ പരലോകത്ത് പഠിപ്പിച്ചവർത്തോ, ലയബ്അസനല്ലാഹു അഖ്വാമൻ യൗമൽ ഖിയാമ ഫീ വുജൂഹിമുൻ നാർ വലാ മനാബിൽ ലുഅല യഅബിതുഹുമുൻ നാസ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവരായ ആളുകളുടെ ഉപമ പഠിപ്പിക്കുകയാണ്. അള്ളാഹു ഖിയാമത്ത് നാളിൽ എല്ലാവരും ഇങ്ങനെ ഉയർത്തി എഴുന്നേൽപ്പിക്കുകയാണ്. ആ ഉയർത്തി എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് നല്ല തിളങ്ങുന്ന ഇങ്ങനെ പ്രകാശം കൊണ്ട് ഇങ്ങനെ ഉള്ള ആളുകൾ അങ്ങനെ കാണും. അവരിയ്ക്കുന്നതോ അലാ മനാബിരിൽ ലുഅല, പ്രത്യേകമായ മുത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ അവരിയ്ക്കുകയാണ്. യഅബിതുഹുമുൻ നാസ്, ജനങ്ങൾ അവരെ കാണാൻ വേണ്ടി ആകാംക്ഷയോടെ ഇങ്ങനെ ചെന്ന് നോക്കുകയാണ്. ആരപ്പം എത്ര വലിയ സിംഹാസനത്തിന്റെ മുകളിൽ ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്? അവരെങ്ങനെ ചെന്ന് നോക്കുമ്പോൾ അവരാരാണ്? ലൈസൂ ബി അംബിയാ വലാ ശുഹദാ, അവർ അമ്പിയാക്കളിൽപ്പെട്ടവരല്ല, ശുഹദാക്കളിൽപ്പെട്ടവരുമല്ല. ഒരു അഗ്രാബി അയാൾ ഇങ്ങനെ മുട്ടുത്തിയിരിക്കണം. അയാൾ നബിയോട് ചോദിക്കാണ്, യാ റസൂലല്ലാഹ് ജല്ലിഹിം ലനാ നഅരിഫുഹും, അവരാരായെന്നൊന്ന് പറഞ്ഞു തരൂ നബിയെ. ആരാണ് ഇത്രമാത്രം ഈ മുത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന, മുഖമൊക്കെ ഇങ്ങനെ പ്രകാശിക്കുന്ന ആളുകൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുമുൽ മുതഹബ്ബീന ഫിൽ മൻഖബാഇ ശത്താ വബിലാദ് ശത്താ യജ്തമിഊന അലാ ദിക്രില്ലാഹി യദ്കുറൂനഹു. അവര് നമ്മളെപ്പോലെ പ്രവാസികളായ ആളുകളെ പോലെ, വ്യത്യസ്തമായ ഗോത്രങ്ങളിൽ നിന്ന് വന്നവർ, വ്യത്യസ്തമായ ദേശങ്ങളിൽ നിന്ന് വന്നവർ. എന്നാലോ അവർക്ക് ഒഴിവുള്ള സമയത്തൊക്കെ അള്ളാഹിനെ ഓർക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കും.
അല്ലെങ്കിൽ ഒരു ഇൽമിയായ സദസ്സ്, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ അവർ ഒരുമിച്ച് കൂടും. അങ്ങനെ നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറയും. അങ്ങനെയുള്ള ആളുകളാണ് ആര്? ഈ അവസ്ഥയിൽ പരലോകത്ത് പ്രത്യേകമായ സിംഹാസനത്തിൻ്റെ മുകളിൽ പ്രകാശിക്കുന്ന മനസ്സും മുഖവുമായി ചില ആളുകൾ ഇരിക്കുമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് വേണം? നാം സംസ്കരിക്കപ്പെടണം. തിന്മകളിൽ നിന്ന്, നിർജ്ജലതകളിൽ നിന്ന്, അശ്ലീലതകളിൽ നിന്ന്, അധാർമികതകളിൽ നിന്ന്, എല്ലാ തരത്തിലുള്ള തിന്മകളോടും സന്ധിയില്ല സമരം നിർവഹിക്കപ്പെടുകയും എന്നിട്ട് നമ്മൾ മനസ്സിലാക്കിയ നന്മ നമ്മുടെ കുടുംബത്തിന്, മോൾക്കൊക്കെ അവർക്ക് തർബിയത്ത് നാം നൽകണം. മക്കൾക്ക് വേണമെങ്കിൽ നല്ല വില കൂടിയ മൊബൈൽ ഫോണുകൾ വാങ്ങിക്കൊടുക്കാം, നല്ല ടാബൊക്കെ അങ്ങനെ വാങ്ങിക്കൊടുക്കാം, അതുപോലെ കമ്പ്യൂട്ടറുകൾ, അതുപോലെ തന്നെ നല്ല ഭക്ഷണം, വസ്ത്രം എല്ലാം വാങ്ങിക്കൊടുക്കാൻ കഴിയും. എന്നാൽ അവർക്ക് അതാണോ വേണ്ടത്? അല്ല. തർബിയത്ത് അവർക്ക് കിട്ടേണ്ട സമയത്ത് നൽകണം, ഗുണകാംക്ഷയോടെ. ഇന്നത്തെ മക്കളെ പ്രത്യേകമായി പ്രഹരിക്കുകയോ ചീത്ത വിളിക്കുകയോ ഒന്നും ചെയ്തുകൊണ്ട് കാര്യമില്ല. മറിച്ച് സ്നേഹത്തോടെ, പ്രോത്സാഹനത്തോടെ അവർക്ക് ആത്മാർത്ഥമായ നല്ല രീതിയിൽ ഉപദേശങ്ങൾ നൽകി അവർക്ക് തർബിയത്ത് നൽകി അവരെ സംസ്കരിക്കുക. എന്നാലോ ഗുണദോഷിക്കേണ്ട വിഷയങ്ങളിൽ ആ നിർദ്ദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ അതൊക്കെ നമ്മൾ നിർവഹിക്കുക. അവിടെ തർബിയത്തുകൾ നൽകപ്പെടുകയും അവർ സംസ്കരിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാലോ മാറ്റങ്ങൾ അവർക്കിടയിൽ സൃഷ്ടിക്കപ്പെടും. ആ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാലോ നമ്മളിപ്പോൾ പള്ളിയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ മക്കൾ വരുന്നൊരവസ്ഥ, നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കൂടെ പള്ളിയിലേക്ക് വരുന്നൊരവസ്ഥ. ബശ്ശിരിൽ മശ്ശാഈന ഫിൽ ദുലമി ഇലൽ മസാജിദി ബിന്നൂരി താമി യൗമിൽ ഖിയാമ. ഇരുട്ടുള്ള സമയത്ത് പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നവരായ മനുഷ്യന്മാർക്ക് പൂർണ്ണമായ പ്രകാശങ്ങൾ കൊണ്ട് സുവിശേഷ വാർത്ത അറിയിക്കുക എന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചത്. മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ അഅദ്ദല്ലാഹു ലഹു നുസ്റൻ ഫിൽ ജന്നതി കുല്ലമാ ഗദാ ഔ റാഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊന്ന് പഠിപ്പിച്ചത്, ഒരാൾ പ്രഭാതത്തിലോ അല്ലെങ്കിൽ വൈകുന്നേരമാണോ പള്ളിയിലേക്ക് വേണ്ടി പോകുന്നത്, അങ്ങനെ നമസ്കരിക്കാൻ വേണ്ടി പോകുന്നത് എങ്കിൽ അയാൾക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സദ്യ വിഭവം അയാൾക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നു എന്നാണ്. നമ്മളൊരാളിങ്ങനെ കല്യാണത്തിൽ ക്ഷണിച്ചിട്ട് നമ്മളിങ്ങനെ വരുമ്പോൾ ഈ ദുനിയാവിലെ നശ്വരമായ, ഈ ദുനിയാവിലെ നൈമിഷികമായ ഒരു സദ്യക്ക് വേണ്ടി നമ്മൾ എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു പോകും. എന്നാൽ അതിനേക്കാളൊക്കെ നമ്മളെ സ്വീകരിച്ച് നമ്മെ കാത്തു നിൽക്കുന്ന ഒരവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇനിയോ വുളൂഅൊക്കെ എടുക്കുന്നത് വീട്ടിൽ നിന്നാണെങ്കിലോ, മൻ തവല്ലഹ ഫഹ്സനൽ വുളൂഅ ثم صلى ركعتين يقبل عليهما بقلبه ووجهه وجبت له الجنة. ഒരു മനുഷ്യന് വുളൂഅൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്ന് നേരാവിധത്തിൽ എടുത്തിട്ടാണ് അയാൾ നമസ്കരിക്കാൻ വേണ്ടി പോകുന്നത് എങ്കിൽ, അങ്ങനെ പോകുന്നവരായ മനുഷ്യന് എന്നിട്ട് നല്ല ഹൃദയമൊക്കെ ആയിട്ട് അയാൾ 2 റക്അത്ത് നമസ്കരിച്ച് കഴിഞ്ഞാൽ അയാളെക്കുറിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് വജബത് ലഹുൽ ജന്ന. അയാൾക്ക് സ്വർഗ്ഗം നിർബന്ധമായി. ചെറിയ കാര്യങ്ങളിലൂടെ നമ്മൾ ദിനേന എന്നോണം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുടെ മഹത്വമാണ് ഈ പഠിപ്പിക്കുന്നത്. മറ്റൊന്നാണ് ഏത്? മൻ ഖറജ മൻ ബൈതിഹി മുതദഹ്ഹറൻ ഇലാ സ്വലാത്തി മക്തൂബ ഫജ്റഹു കഅജ്രിൽ ഹാജ്ജിൽ മുഹ്രിം. വീട്ടിൽ നിന്നാണ് വുളു എടുത്തിട്ട് ഒരാൾ പള്ളിയിലേക്ക് പോകുന്നത് എങ്കിൽ അയാളുടെ ഫർദ് നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ട് കഴിഞ്ഞാൽ ഇഹ്റാമിൽ പ്രവേശിക്കാൻ വേണ്ടി ഇഹ്റാം കെട്ടിയ ഒരു ഹാജിക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്രയാണോ അത്ര പ്രതിഫലം അയാൾക്ക് കിട്ടുന്നു എന്നാണ്. ഇനിയോ ഒരു മനുഷ്യരെ അയാള് നമസ്കാരമൊക്കെ നിർവഹിച്ച്, ഒരു നമസ്കാരം കഴിഞ്ഞു, ദുഹർ കഴിഞ്ഞു, ഇനി അസർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അസർ നമസ്കാരം കഴിഞ്ഞു, ഇനി മഗ്രിബ് ഉണ്ടല്ലോ, മഗ്രിബ് കഴിഞ്ഞപ്പോൾ ഇശാ ഉണ്ടല്ലോ, അതിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക. വേറെ ഒന്നുമില്ല, അയാൾക്ക് വേറെ ചിന്താഗതിയോ വേറെ തെറ്റൊന്നും ചെയ്തില്ല എങ്കിൽ അയാളുടെ പേര് രേഖപ്പെടുത്തുന്നത് കിതാബൻ ഫീ ഇല്ലിയീൻ. ഇല്ലിയീൻ എന്ന് പറയുന്ന പുണ്യാത്മാക്കളായ ആളുകളുടെ പേരുകൾ എഴുതി വെച്ച് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കിതാബിൽ ആ മനുഷ്യന്റെ പേര് എഴുതി വെക്കുന്നു എന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നിത്യേന നിർവഹിക്കാവുന്ന, പറയാവുന്ന, ചൊല്ലാവുന്ന, ഉരുവിടാവുന്ന പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടും. അങ്ങനെ മാറുമ്പോഴോ, ഇപ്പം നോക്കൂ നിങ്ങൾ, സഹാബികൾ ഓരോ കാര്യങ്ങൾ, ഒരു കാര്യം അവർ മനസ്സിലാക്കിയാൽ ചെറുതായിരിക്കാം, പക്ഷേ അത് അവരുടെ ജീവിതാവസാനം വരെ അവർ കൊണ്ടുപോയിരുന്നു. ഒരിക്കൽ ബൈനമാ നഹ്നു നസല്ലി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ ഖാല റജുലുൽ ഖൗം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കാരമൊക്കെ അങ്ങനെ നിർവഹിച്ച് അങ്ങനെ കൊണ്ടിരിക്കെ ജനങ്ങളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. ഇതിങ്ങനെ അയാൾ പറഞ്ഞപ്പോൾ
ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, മനിൽ ഖായിലു കലിമത്തിൻ കദാ വകദാ, ആരാണ് ഇപ്രകാരം ഒരു ദിക്ർ പറഞ്ഞത്? ആരാണ് ആ പറഞ്ഞത്? അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒരു മനുഷ്യൻ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു. റജുലുൽ ഖൗം, അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാനാണ് നബിയെ, ഞാനാണ് ആ ദിക്ർ പറഞ്ഞത്. എന്താ ആൾ പറഞ്ഞത്? ഒരു ചെറിയ വചനം. ആളുകൾ അത്ഭുതപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതപ്പെട്ടു. നബി പറയാണ്, അജിബ്തു ലഹാ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഫുതിഹത് ലഹാ അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറക്കാൻ മാത്രം പര്യാപ്തമായ ഒരു ദിക്ർ. എന്താ നിങ്ങൾ ഈ പറഞ്ഞത്? അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി ബുക്റതൻ വസീല. ഇത് നിങ്ങൾ പറഞ്ഞത് മുഖാന്തിരം അത്ഭുതപ്പെട്ടു പോയി. ആകാശത്തിന്റെ കവാടങ്ങൾ മാത്രം, അല്ലെങ്കിൽ അത് മുഴുവനും തുറക്കാൻ മാത്രം പര്യാപ്തമായി തീർന്നു എന്ന് പറഞ്ഞവേ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല ഇബ്നു ഉമർ ഫമാ തരക്തുഹുന്ന മുൻദു സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ദാക്, പ്രവാചകൻ അത് ഞാൻ മനസ്സിലാക്കിയതിനു ശേഷം ഒരിക്കലും പോലും ഞാനത് ഉപേക്ഷ വരുത്തിയിട്ടില്ല എന്ന് ആര് പറയുന്നു? അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു അരികിൽ വിളിച്ചിട്ട്, മുആദേ, എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് നബിയെ നിങ്ങളെയും വലിയ ഇഷ്ടമാണ്. എന്നെ ഇഷ്ടമാണ് എങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു വചനം പഠിപ്പിച്ചു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനെ അരികിലേക്ക് വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറയാണ്, പലപ്പോഴും പല സ്വഹാബിവര്യന്മാരും അവരുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും, അതുകൊണ്ടാണ് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, അല്ലാഹുവേ നിന്നെ ധാരാളമായി ഓർക്കാനും, വശുക്രിക നിനക്ക് നന്ദി കാണിക്കുവാനും, വഹുസ്നി ഇബാദതിക മനോഹരമായ രീതിയിൽ നിനക്ക് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാൻ എനിക്ക് നീ കഴിവ് പ്രദാനം ചെയ്യണമേ എന്ന അർത്ഥത്തിലുള്ളൊരു ദിക്ർ. ആ പ്രാർത്ഥനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്. അദ്ദേഹം പറയാണ്, ഫർദ് നമസ്കാരത്തിന്റെ ശേഷം എന്നോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഒരിക്കൽ പോലും ഞാനത് ഉപേക്ഷ വരുത്തിയിട്ടില്ല എന്ന് ആ സ്വഹാബി വര്യൻ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് മകൾ വന്നിട്ട് പരാതി പറയാണ്, എന്ത്, എൻ്റെ കയ്യൊക്കെ ആകെ മാവ് കുഴച്ചിട്ട് തഴമ്പ് വന്നു നബിയെ എന്ന് പറഞ്ഞപ്പോൾ, നിനക്ക് എന്താ വേണ്ടത്? വേലക്കാരിയെ വേണം അല്ലേ? എന്നാൽ ഒരു വേലക്കാരിയെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് ശ്രദ്ധകരമായ കാര്യം ഞാൻ പഠിപ്പിച്ചു തരട്ടെ. എന്താ? കിടന്നുറങ്ങാൻ നേരത്ത് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 തവണ നീ ചൊല്ലി 100 തികക്കുക. അങ്ങനെ നീ കിടന്നുറങ്ങിക്കോ. നിനക്കൊരു വേലക്കാരിയെ ലഭിക്കുന്നതിനേക്കാൾ ശ്രദ്ധകരമാണെന്ന് പറഞ്ഞപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവരത് ഉപേക്ഷ വരുത്തിയില്ല. അവരുടെ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബോ അദ്ദേഹം അതുപോലെ. മുസ്ലിം സമൂഹത്തിന് പ്രതിസന്ധി ഉണ്ടായ സിഫീൻ യുദ്ധത്തിന്റെ തലേ ദിവസത്തിൽ അന്ന് നിങ്ങൾ ചൊല്ലിയോ അലിയെ? അന്ന് രാത്രി നിങ്ങളത് ചൊല്ലിയോ എന്ന് ചോദിക്കവേ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, സിഫീൻ യുദ്ധത്തിന്റെ രാത്രിയിൽ പോലും ഞാനത് മറന്നുപോയിട്ടില്ല, അന്ന് രാത്രിയിൽ പോലും ഞാനത് നിർവഹിച്ചിരുന്നു എന്നാണ് മഹാനായ സഹാബി വര്യൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയ നന്മകൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുകയും പ്രചരിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം വലിയ ഉത്തരവാദിത്തങ്ങൾ നാം നിർവഹിക്കുക. അതിൽ ഏറ്റവും പരമപ്രധാനമായത് തൗഹീദ് തന്നെയാണ്. അത് നമ്മുടെ കുടുംബത്തിന് പറയണം, ഉപ്പയ്ക്കും ഉമ്മയ്ക്കും എല്ലാവർക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു. അവർ തൗഹീദിലേക്ക് വന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടു. എന്നിട്ട് അവർ എന്ത് ചെയ്തോ? അവർ വെറുതെ ഇരിക്കുമ്പോൾ ഖുർആൻ നിങ്ങൾ തുറന്നു വെച്ചിട്ടാണ് ഉമ്മ ഓതുന്നതെങ്കിലോ 2 ഇരട്ടി പ്രതിഫലം. തപ്പിത്തടഞ്ഞ ഒന്ന് ഉമ്മക്ക് വല്യമ്മക്ക് 2 ഇരട്ടി പ്രതിഫലം. വെറുതെ അതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ തടഞ്ഞു ഓതും. അപ്പോൾ അത്രമാത്രം പ്രതിഫലങ്ങൾ പഠിപ്പിച്ചു എങ്കിൽ ഇനിയോ നമ്മളിങ്ങനെ ഇരുന്നിട്ട് പള്ളിയിലൊന്ന് പോയിരിക്കാതെ തന്നെ കുറച്ച് ആളുകൾ ഇങ്ങനെ പള്ളിയിൽ പോയിട്ട് ഖുർആൻ ഓതുകയാണെങ്കിലോ അവർക്ക് ബുദ്ഹാനിൻ്റെയോ അക്കീക്കിൻ്റെയോ താഴ്വാരങ്ങളിൽ വില കൂടിയ ഒട്ടകത്തോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത്. അത് കിട്ടുന്നതിന് തത്തുല്യമായ പ്രതിഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിൽ, അപ്പോൾ നല്ല ബന്ധങ്ങളും സ്നേഹാശ്രമമായ നല്ല പെരുമാറ്റങ്ങളും ലഭ്യമാകുന്ന രീതിയിലേക്ക് നാം മാറുക. അത് മാറണമെങ്കിൽ, മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ തൗഹീദി പ്രചാരകരും പ്രബോധകരുമായി തീരണം. അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും അത്യാചാരത്തിൻ്റെയും പിറകെ നടക്കുന്ന എത്രയോ ആളുകൾ അവരൊരുപാട് നമസ്കരിക്കുന്നുണ്ട്. ഏത് സമയവും അവരുടെ നാവിൻ തുമ്പിലൂടെ ദിക്റുകൾ, തസ്ബീഹുകൾ, തഹ്ലീലുകൾ, തഹ്മീദുകൾ, സ്തോത്രങ്ങളും കീർത്തനങ്ങളും പ്രകീർത്തനങ്ങളും ഏത് സമയത്തും വരുന്നുണ്ട്. പല ഉസ്താദുമാരുടെയും നാട്ടിലെ പല കാക്കാമാർ അല്ലെങ്കിൽ വയസ്സായ പ്രായാധിക്യമുള്ള ആളുകളൊക്കെ നോക്കി നോക്കൂ, അവരൊക്കെ എത്ര ദിക്റുകൾ ചൊല്ലുന്നു. പക്ഷേ അവരുടെ അടിത്തറ തൗഹീദ് ശരിയായില്ലെങ്കിൽ
നമ്മൾ നന്നാക്കിയെടുക്കുക. എന്നിട്ട് അവർ ചൊല്ലട്ടെ, അവർ പറയട്ടെ. ഒരുപാട് നന്മകൾ അവർ ചൊല്ലുന്നു, അത് സ്വീകാര്യമായി തീരണമെങ്കിൽ ശിർക്കിൽ നിന്ന് മുക്തമായിരിക്കണം. അതുകൊണ്ടാണല്ലോ എത്ര ആളുകളാണ് ലോകത്തേക്ക് കടന്നു വന്നത്. പല ആളുകളും നോക്കൂ നിങ്ങൾ, ഗാന ലോകത്തു നിന്നാണ് ക്യാൻ സ്റ്റീവൻസ്, അദ്ദേഹം ഇസ്ലാം ലോകത്തിലേക്ക് കടന്നു വരുന്നത്. ഇനിയോ നമുക്കറിയാം, ഇസ്ലാമിനെ കണ്ടെത്തിയ ഗണിതശാസ്ത്രജ്ഞന്മാരിൽ ഏറ്റവും പ്രധാനിയായ ആളാണ് ജെഫ്രി ലാങ്. അദ്ദേഹം ഇതേപോലെ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു. മർമഡ്യൂ പിക്താൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച സന്ദർഭങ്ങൾ. ഡോക്ടർ ബിലാൽ ഫിലിപ്സ് കമ്മ്യൂണിസത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്കോ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു, മാറ്റങ്ങൾ സംഭവിച്ചു. നമുക്കറിയാം ഇവിടെയൊക്കെ വന്നിട്ടുള്ള അബ്ദുറഹീം ഗ്രീനെ കുറിച്ച്. അദ്ദേഹം ബുദ്ധമതത്തിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. ബുദ്ധമതത്തിൽ നിന്ന് മാറാനും മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടാനും അദ്ദേഹത്തിന് ഇസ്ലാമിക പ്രബോധനങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് മർമഡ്യൂ പിക്താൾ ഇസ്ലാം സ്വീകരിക്കുന്നത്. ഇന്ന് ഇംഗ്ലീഷിലുള്ള ഖുർആൻ പരിഭാഷകൾ അത് നോക്കിയാൽ അതിൽ ഏറ്റവും നല്ലൊരു പരിഭാഷ അദ്ദേഹം എഴുതിയാൽ മുഹമ്മദ് മർമഡ്യൂ പിക്താൾ എന്നറിയപ്പെടുന്ന മഹാനായ മനുഷ്യൻ. ഇനിയോ പലരെയും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സംഗീത ലോകത്ത് ജീവിച്ചിരുന്ന, റാപ്പ് സംഗീത ലോകത്തിൽ അടിമപ്പെട്ട് ജീവിച്ചിരുന്ന ജോൺ സി ഹോങ്കിൻസ്, അദ്ദേഹം ഇതുപോലെ മാറി, മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ്. അതുപോലെ അരീബ് ഇസ്ലാം, അങ്ങനെ ഒരുപാട് ആളുകൾ അവരുടെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അതുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഇന്നും പഠിക്കുകയും അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ മാറുന്നുണ്ട്. പക്ഷേ നമ്മൾ പേര് കൊണ്ടും കുടുംബം കൊണ്ടും കുടുംബ പശ്ചാത്തലം കൊണ്ടും മുസ്ലിമാണ്, പക്ഷെ നമുക്കെന്താവുന്നില്ല, മാറ്റം വരുന്നില്ല. നമ്മളിങ്ങനെ ജീവിക്കുന്നു, വല്യമ്മയൊക്കെ മുസ്ലിം ആയതുകൊണ്ട് നമ്മളിങ്ങനെ പോകുന്നു. പക്ഷെ നമുക്ക് ആ ഭാഗ്യം കിട്ടി ഇനി അതിലൊന്ന് ഉറച്ചു നിൽക്കാൻ. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥാ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ വിചാരിക്കുന്നത് നമ്മളൊന്നും തെറ്റിപ്പോകില്ല എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? പ്രാർത്ഥിക്കണം. എന്ത്? ശിർക്ക് വരാതിരിക്കാൻ. ശിർക്ക് എന്നത് ഒരു ഉറുമ്പ് ഇങ്ങനെ അരിച്ചു വരുന്ന പോലെ നമ്മിലേക്ക് വരും. നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായി, നമുക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം ഉണ്ടായി, മാറാവ്യാധികൾ, രോഗങ്ങൾ, ഒരുപാട് ഡോക്ടർമാരടുത്ത് പോയി, ഇവിടുന്ന് മാറ്റല്ല. ആ സമയത്ത് ഇന്ന തങ്ങളുടെ അരികൾ, ഇന്ന ഔലിയ, ഇന്ന ഖബർ, ഇന്ന മനുഷ്യൻ, അയാൾ തൊന്ന് പോയാൽ എല്ലാ രോഗം, മാറാത്ത മനുഷ്യന്റെ രോഗങ്ങളില്ല എന്ന് പറയുമ്പോൾ ഞാൻ പോകില്ല എന്നൊക്കെ പറയും. പിന്നെ അങ്ങനെ പിശാചി തോന്നിപ്പിച്ച് പോകുന്ന ആളുകൾ എത്രയാ? അപ്പോൾ അവസാന നിമിഷങ്ങളിൽ തെറ്റിപ്പോകുന്ന ആളുകൾ ഉണ്ടാവാം. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നമ്മൾ ആവരുത്. മറിച്ച് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ സംസ്കരണങ്ങൾ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ധാരാളക്കണക്കിന് സുഹൃതങ്ങൾ, പുണ്യങ്ങൾ ശേഖരിക്കാനും അന്വേഷിക്കാനും കഴിയുകയും ആ അന്വേഷണങ്ങൾക്കൊടുവിൽ ഇസ്ലാമിൻ്റെ ധനതായ രീതിയിൽ, മൂല്യങ്ങളിൽ ജീവിക്കാൻ കഴിയുമ്പോഴേ മാറ്റങ്ങൾ നമ്മിലേക്ക് കടന്നു വരികയുള്ളൂ. അതുകൊണ്ട് അത്തരത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെട്ട് സംസ്കരിക്കപ്പെട്ട് ഒരു തിന്മയുടെ ഗൗരവത്തിൽ, ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ ഹൃദയത്തിൽ ഒരു കറുത്ത കുത്തങ്ങനെ അനുഭവപ്പെടണം. അത് തിന്മ ചെയ്താലോ മനസ്സിന് ആഹ്ലാദവും അനുഭൂതിയുമല്ല, മറിച്ച് അതൊരു പ്രയാസമായി തോന്നുമെങ്കിൽ അതൊരു നന്മയുടെ ലക്ഷണമാണ്. ഒരു നന്മ ചെയ്യാൻ ഒരാൾ ഉദ്ദേശിച്ചു, ചെയ്തില്ലെങ്കിൽ പോലും പ്രതിഫലം തരുന്ന നാഥനാണ് നമ്മുടെ റബ്ബ്. ഇനിയോ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ചെയ്തില്ല എങ്കിലോ അതിൻ്റെ പേരിൽ ശിക്ഷിക്കാത്ത റബ്ബാണ് നമ്മുടെ റബ്ബ്. ഒരു നന്മ ചെയ്താലോ അതിന് പ്രതിഫലം തരുന്ന റബ്ബ്. എത്ര മാതൃകകൾ! അതുകൊണ്ട് നമ്മുടെ മാറ്റങ്ങൾ, മാറ്റലികൾ നമ്മുടെ കുടുംബത്തിൽ, കുടുംബ പശ്ചാത്തലങ്ങളിൽ, സമൂഹത്തിൽ ഒക്കെ നടക്കുകയും അന്യോന്യം ഉപദേശിക്കാനും നസീഹത്തോടെ, നമുക്കെല്ലാവർക്കും ഒരേ ലക്ഷ്യം. നമ്മളൊരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ മരിച്ചാ എന്നൊക്കെ അത്ഭുതപ്പെടും. പക്ഷേ ആ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പായി അയാളിലേക്ക് നമ്മൾ എത്തിക്കേണ്ട ഒരു സന്ദേശമുണ്ടായിരുന്നുവെങ്കിൽ അത് സന്ദേശങ്ങൾ എത്തിക്കപ്പെടാത്ത അവസ്ഥ ഉണ്ടാവരുത്. നമ്മുടെ കൂടെ ചെറുപ്പനാളുകളിൽ പഠിച്ച എത്രയോ സുഹൃത്ത് ബന്ധങ്ങൾ, അതുപോലെ നമ്മുടെ അയൽവാസികളായ എത്രയോ ആളുകൾ, അവർക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നു, എല്ലാതും ചെയ്യുന്നു. പക്ഷേ ഒരിക്കലെങ്കിലും അവർക്ക് ഇതാണ് ഇസ്ലാം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ അവരോട് നമുക്ക് ഇഷ്ടമില്ല. അവരോട് ഇഷ്ടമുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലെങ്കിലും അവരുടെ വീട്ടിലേക്ക് കയറിയിട്ട് നമ്മൾ അവരോട് അല്പനേരം ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തി അവർ ഇസ്ലാമിലേക്കൊന്ന് ഇങ്ങനെ ക്ഷണിക്കുക. അവർക്ക് ആർക്കാ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടാതെ? നമ്മളെ കണ്ടുകൊണ്ടായിരിക്കണം ആളുകൾ ഇസ്ലാമിലേക്ക് വരേണ്ടത്. നമ്മളെ കണ്ടുകൊണ്ട് മുസ്ലിമായ വേറൊരു മനുഷ്യൻ അമുസ്ലിമായി പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. അതും നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മാറ്റങ്ങൾ നമ്മിൽ നിന്ന് തന്നെ തുടങ്ങാൻ, അവിടെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള നന്മയുടെ ചിന്തകൾ
ചിന്തോദീപകമായ ഈ കാര്യങ്ങളിലൂടെ നമ്മൾ നിരന്തരമായി മാറുക, മാറ്റങ്ങൾ സൃഷ്ടിക്കുക, അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ റഹ്മാനായ നാഥൻ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്ത മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥൻ നമുക്ക് ഏവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മനസ്സിന് സമാധാനവും ശാന്തിയും സൗഖ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. പല രീതിയിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ആളുകൾ, അവർക്ക് ആശ്വാസവും ആഹ്ലാദവും സമാധാനവും റഹ്മാനായ നാഥൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായ പരാധീനതകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു എല്ലാ രീതിയിലും ഐശ്വര്യവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, കുടുംബാദികൾ, അവരെയും നമ്മെയും റഹ്മാനായ നാഥൻ അവൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന അതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.